ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഡ്രം സ്റ്റിക്ക് കറിയാണ്, മുരിങ്ങക്കറി. അതിന് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്കും ആവശ്യത്തിന് കടുകും അതുപോലെ തന്നെ 1/4 ടേബിൾ സ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. കൂടെ പച്ചമുളകും കൂടെ ചേർത്ത് നല്ലതുപോലെ സോട്ട് ചെയ്യുക. പെട്ടെന്ന് വഴണ്ടിയിട്ടാൽ നമ്മൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പോട് ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കുക. ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ റോ ഫ്ലേവർ മാറുന്ന വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി അതിനുശേഷം നമുക്കതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. അതിന് ആവശ്യമായ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇതിൻ്റെ റോ ഫ്ലേവർ മാറുന്ന വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മളൊരു 3 തക്കാളി എടുത്തിട്ടുണ്ട്, ചെറുതാണ്. അത് 3 തക്കാളി എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. അത് ഇതിലേക്ക് ഒഴിക്കാനുള്ള ചൂടുവെള്ളം വെച്ചേക്കുന്നതാണ്. നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ലതുപോലെ റോ ഫ്ലേവർ മാറിയതിന് ശേഷം ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് ആവശ്യമെങ്കിൽ ഉപ്പോട് ചേർക്കുക. നല്ലതുപോലെ ഇളക്കിയിട്ട് നമ്മൾ കഴുകി അരിഞ്ഞു വെച്ചിട്ടുള്ള മുരിങ്ങക്കായ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർക്കണം. ഞാൻ വളരെ കുറച്ച് ചേർത്തിട്ടുള്ളായിരുന്നു, അതുകൊണ്ട് കുറച്ചുകൂടെ ഉപ്പിട്ട് നമ്മൾ അടച്ച് വേവിക്കുക. വെന്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പില എന്തെങ്കിലും ഇട്ട് ഗാർണിഷ് ചെയ്യുക.